ഞെട്ടിപ്പോകുന്ന മരുഭൂമിയിലെ കഷ്ടപ്പാട് ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു മലയാളിയുടെ ജീവിത ദുരന്തം. ഈ അനുഭവ സാക്ഷ്യത്തിൽ പ്രതിസ്ഥാനത്തുള്ളത് 2 മലയാളികളാണെന്ന് ദുരിതത്തിന് ഇരയായ മദനൻ പറയുന്നു. 2 മലയാളികൾ ചേർന്ന് തനിക്ക് നൽകിയ ദുരിതങ്ങളുടെയും കഷ്ടപ്പാടിൻ്റെയും കഥകൾ പറയുമ്പോൾ മദനൻ കരയുകയാണ്. അത്രയ്ക്കും വേദന അയാൾ സഹിച്ചു കഴിഞ്ഞു. പത്തനംതിട്ട ജില്ലയിലെ പള്ളിക്കൽ പാറപ്പുറത്ത് സദാനന്ദന്റെ മകൻ മദനൻ സൗദി അറേബ്യയുടെ വടക്കൻ അതിർത്തിയിലെ അൽജാഫ് സക്കാക്കയിൽ നിന്നും ഏറെ അകലെ മരുഭൂമിയിൽ ആരോരുമില്ലാതെ ഏകാന്ത ജീവിതം നയിക്കുന്ന മദനൻ. ഏഴ് വർഷം മുമ്പുള്ള മദനാണിത്. നാട്ടിൽ മാന്യമായ രീതിയിൽ തൊഴിൽ ചെയ്ത് ജീവിച്ചു വരികയായിരുന്നു. 6 ലക്ഷം രൂപയായപ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ പെങ്ങളുടെ സ്വർണം വരെ എടുത്ത് ഞാൻ പണയം വെച്ചിട്ട് ഇവിടെ വന്നതാണ്. പണയം വെച്ചല്ലേ വിറ്റിട്ട് വന്നതാണ്. വിറ്റ് അപ്പോൾ അവരുടെ കല്യാണം കഴിഞ്ഞപ്പോൾ അവർക്ക് പണം കൊടുക്കണം. കല്യാണം കഴിഞ്ഞപ്പോൾ അവർ ഭൂമി വരെ തുറന്നു. ഭൂമി തുറന്നുകൊണ്ട് പോയി. തുറന്ന് മണ്ണെടുത്ത് അവർ കാശുണ്ടാക്കിക്കൊണ്ട് പോയായിരിക്കും. അത് നമുക്കറിയേണ്ട കാര്യമില്ല. പക്ഷേ എങ്കിലും ആ രൂപത്തിൽ വരെ ആയിക്കഴിഞ്ഞു. ഞാൻ നാട്ടിൽ ഇറങ്ങിയാൽ തന്നെ നാട്ടിൽ മദനൻ നല്ല നിലയിൽ തൊഴിൽ ചെയ്തു വരികയായിരുന്നു. ഫോട്ടോഗ്രാഫറായിരുന്ന മദനനെ 7 വർഷം മുമ്പ് ഫ്രീ വിസയിൽ കൊണ്ടുവന്നത് ഒരു സുഹൃത്താണ്. തൊഴിൽ മേഖലയിൽ പല മോഹന വാഗ്ദാനങ്ങൾ നൽകിയ സുഹൃത്ത് പക്ഷേ സൗദിയിലെത്തിയപ്പോൾ മട്ടും പെരുമാറ്റവും മാറ്റി. ശമ്പളത്തിന് ചോദിച്ചപ്പോൾ നിത്യ ചെലവിൻ്റെ തുക മാത്രം നൽകി. കഴിഞ്ഞ ഏതാനും വർഷമായി തുടർച്ചയായ ദുരനുഭവങ്ങളിലൂടെ മദനൻ കടന്നു പോവുകയാണ്. വല്ലപ്പോഴും തന്നെ കാണാനെത്തുന്ന അപൂർവ വ്യക്തികളോട് മാത്രം മനസ്സ് തുറക്കുന്നു വിതുമ്പലോടെ. വിങ്ങുന്ന മനസ്സുമായി മരുഭൂമിയുടെ കാവലക്കാരനെ പോലെ ചുട്ടുപൊള്ളുന്ന ചൂടുകാലവും കോച്ചി വിറക്കുന്ന തണുപ്പ് കാലവും സഹിച്ച് ജീവിക്കുന്നു. എന്തിനാണെന്നറിയാതെ. 2002 മെയ് മാസമാണ് മദനൻ സൗദി അറേബ്യയിലെത്തിയത്. തൻ്റെ സുഹൃത്ത് നൽകിയ വിസയിലാണ് വന്നത്. നാട്ടിൽ സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫറായ മദനൻ ചിത്രരചനയിലും സൈൻ ബോർഡ് നിർമ്മാണത്തിലും പ്രാവീണ്യമുള്ള ആളായിരുന്നു. സൗദിയിലെത്തി സുഹൃത്തിൻ്റെ കൂടെ ജോലി തുടങ്ങി. 2 വർഷത്തോളം അടിമ സമാനമായി ജോലി ചെയ്തെങ്കിലും ചിലവ് കാശല്ലാതെ മറ്റൊന്നും നൽകിയില്ല. ആദ്യം നല്ല രീതിയിലായിരുന്നു തുടക്കം. എന്നാൽ ശമ്പളം ചോദിച്ചു തുടങ്ങിയപ്പോൾ മട്ടുമാറി. പ്രദേശത്ത് പോലീസിൽ നല്ല സ്വാധീനമുണ്ടായിരുന്നു. ഇതിനിടയിൽ മദനനും സുഹൃത്തും തമ്മിൽ കശപിശയുണ്ടായി. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയ മദനനെ പോലീസുകാർ മർദ്ദിച്ചു. ഒരു പല്ല് നഷ്ടപ്പെട്ടു. പുറത്തിറങ്ങിയ മദനനെ ഒരു സ്ഥലത്തും ജോലി ചെയ്യാൻ സുഹൃത്തുക്കൾ അനുവദിച്ചില്ല. ഇതിനിടയിൽ ഇഖാമയുടെ കാലാവധിയും കഴിഞ്ഞു. ഇഖാമ കാലാവധി കഴിഞ്ഞതോടെ ജോലി ബുദ്ധിമുട്ടിലായ മദനൻ മരുഭൂമിയിലെ കൃഷിസ്ഥലത്ത് ലഭിച്ച ജോലിയിലാണ് ഇപ്പോൾ. രണ്ട് മാസം പണി ചെയ്ത് അപ്പോഴത്തേക്ക് എനിക്ക് സക്കാക്കയിൽ കടമാകുന്നതിൻ്റെ പരമാവധി കടമായി കഴിഞ്ഞു. അല്ല വക്കാലക്കടകൾ, റൂമിലെ വാടക, പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സ് മുതലായ സകല സാധനങ്ങൾ. സൗദി അറേബ്യയിൽ കഴിയാനുള്ള ഔദ്യോഗിക രേഖകളുടെ കാലാവധി കഴിഞ്ഞു. അനധികൃതമായി ഇവിടെ കഴിയേണ്ടി വരുന്ന അവസ്ഥ, മരുഭൂമിയിലെ അവസാനിക്കാത്ത ദുരിതാനുഭവങ്ങൾ. തൻ്റെ ഏകാന്തതയ്ക്ക് മരുഭൂമിയിൽ കൂട്ട് ഏതാനും പട്ടികൾ മാത്രം. മനുഷ്യരെ ആരെയും കണ്ടെത്താനാവാതെ കൃഷിഭൂമിയിൽ പട്ടികളോടത്തുള്ള ജീവിതം. ചുട്ടുപൊള്ളുന്ന ഓരോ അനുഭവം പറയുമ്പോഴും മദനൻ്റെ ചുണ്ടിൽ മനസ്സിൽ രോഷാകുലമായ പ്രതികരണം മാത്രം. അത്രയേറെ തിക്താനുഭവങ്ങൾ മദനൻ സഹിച്ചു കഴിഞ്ഞു. ജീവിതത്തെക്കുറിച്ച് ഇനി അത്രയേറെ പ്രതീക്ഷകളൊന്നും തന്നെ മദനനില്ലതാനും. മരുഭൂമിയിൽ പട്ടികൾ കിട്ടിയിരിക്കുന്ന പേര് തന്നെ വഞ്ചിച്ച സുഹൃത്തുക്കളുടേതാണ്. ഒരു വർഷമായി മരുഭൂമിയിൽ ഏകാന്ത ജീവിതം നയിക്കുന്നു. എപ്പോഴെങ്കിലും തന്നെ കാണാൻ വരുന്ന മലയാളികളായ ഏതാനും സുഹൃത്തുക്കൾ എത്തിക്കുന്ന ഭക്ഷണ സാധനമാണ് മദനന് ആശ്രയം. അത് പിന്നെ അതുകൊണ്ടാണ് ഒരു ശകലം പൈസ മിച്ചം വരുന്നത് നാട്ടിൽ അയക്കാൻ പറ്റും.
അല്ലാതെ നേരത്തെ അനിലെന്ന് പറയുന്ന ഒരാൾ കൊണ്ടുത്തരുമായിരുന്നു. അന്നും ഇവര് 3 പേരും കൂടെ കൊണ്ടുവരുന്നത്, അല്ല വേറെ അനിൽ സെപ്പറേറ്റ് വരുന്നില്ല. 1.5 വർഷമായി ഇപ്പോൾ ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇപ്പൊ ലാസ്റ്റ് മസറ വരെ ഈ വെയിലത്ത് വെള്ളം അടിക്കാനും ഉടൻ വരെ പോകണം. ഈ എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു പരുവാകും, കുപ്പി വെള്ളമായിട്ടാണ് പോകുന്നത്. 1.5 വർഷമായി മരുഭൂമിയിൽ തുടരുന്ന ഏകാന്തവാസം, താടിയും മുടിയും നീട്ടിയ മദനന്റെ വേദനിക്കുന്ന രൂപം, രോഷം നുരിയുന്ന ഭാഷയും, ആരെങ്കിലും സഹായത്തിനെത്തുമെന്ന പ്രതീക്ഷ ഇപ്പോഴും മദനനിൽ ബാക്കി നിൽക്കുന്നു. തൻ്റെ ദുർഗതിക്ക് കാരണക്കാരായ 2 മലയാളികളായിരിക്കും തൻ്റെ മരണത്തിന് ഉത്തരവാദികളെന്ന് താമസിക്കുന്ന കൊച്ചുമുറിയിലെ ചുവരിൽ മദനൻ എഴുതി വച്ചിട്ടുണ്ട്. മരുഭൂമിയിലെ ദുരിതപൂർണമായ ജീവിതത്തിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ആരും മദനൻ രക്ഷപ്പെടുത്താനില്ല. വല്ലപ്പോഴും നഗരത്തിൽ നിന്നെത്തുന്ന തൻ്റെ പഴയ ഏതാനും സുഹൃത്തുക്കൾ നൽകുന്ന ഭക്ഷണവും കഴിച്ച് ഇങ്ങനെ മരുഭൂമിയിൽ കഴിയുന്നു. നാട്ടിലേക്ക് തിരികെ പോകാൻ 8000-ഓളം റിയാൽ പിഴയായി ഗവൺമെൻറ്റിൽ അടക്കണം. സ്വന്തം വീട്ടിൽ തന്നെ ജീവിത ചെലവിന് അയക്കാൻ കഴിയാത്ത മദനന് ഇതെങ്ങനെ കഴിയും? വളർന്നു വരുന്ന പ്രതിഭകളെ കണ്ടെത്തി വളർത്തിയെടുക്കുക എന്നത് സർഗാത്മക പ്രക്രിയ തന്നെയാണ്. കൈരളി